അവരെ മൂപ്പർ വസിയത്താണ് പിരിച്ചിട്ട് പള്ളി ഉണ്ടാക്കണം. എല്ലാവർക്കും അതിന് അവകാശമായി. ഇത് ഒരാൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഗൾഫിൽ നിന്ന് അറബി കൊണ്ടുവന്നാണ്. അത് തിരിച്ചു ചോദിച്ചത് എനിക്ക് പൊട്ടര കടണ്ടാന്ന് ചോദിച്ചതാ. എനിക്ക് കടമൊന്നുമില്ല, ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇതുണ്ട് പറഞ്ഞു. കടലില്ല എനിക്ക്, എന്നുവെച്ചാൽ അവിടുത്തെ എൻ്റെ കടക്ക് അവിടുന്ന് എൻ്റെ ഒക്കെ അവിടുന്ന് കഴിഞ്ഞ് പോയിക്കോളുന്നു. അതിന് നോമ്പ് തുറക്കാനും വേണ്ടി കദീന അടിച്ചു വെക്കും. അത് വാങ്ങി കൊടുത്തത് അത് കേട്ട പല ഭാഗത്തും അന്ന് സ്പീക്കറും മറ്റും കാര്യങ്ങളൊന്നുമില്ല, പല ഭാഗത്തുനിന്നും അത് നോമ്പ് തുറക്കൽ അത് കേട്ടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മുഅ്മിനീൻ വഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ. ചരിത്രം തേടിയുള്ള നമ്മുടെ ഈ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പരപ്പനങ്ങാടി വലിയ ജുമാ മസ്ജിദിന് മുന്നിലാണ്. ചരിത്ര പ്രസിദ്ധമായ ഔക്കോയ മുസ്ലിയാരുടെ പേരിൽ അറിയപ്പെടുന്ന ഈ മസ്ജിദിൽ ഒരുപാട് ചരിത്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. 200 വർഷത്തോളം പഴക്കമുണ്ട് ഈ മസ്ജിദിന്. പരപ്പനങ്ങാടിയിലെ തന്നെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്ന ഈ പ്രദേശം, അങ്ങാടി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്താണ് ഈ മസ്ജിദ് നിലകൊള്ളുന്നത്. ആ മസ്ജിദിന്റെ ചരിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം.
പേരെന്ത്? എൻ്റെ പേര് വീരാൻകുട്ടിയാണ്. ഇവിടെ ആദ്യം മുതലേ ഇവിടെ പള്ളിയിട്ട് അത് ആദ്യം ചെറുപ്പം ബന്ധപ്പെട്ട ആളെ. എൻ്റെ വാപ്പ ഇവിടെ തണിമീത്തി ആയിരുന്നു അന്ന്. ഈ വെള്ളം വീത്തി ആളായിരുന്നു. കുറെ കാലം ഞാനും ചെയ്തിട്ടുണ്ട്. മോട്ടറിന് ഇപ്പൊ എന്നോട് അറിയിച്ചു വെച്ചാല് നിങ്ങൾ ഞാൻ പറയും തണിമീത്തി ഇപ്പൊ മോട്ടർ വീത്തിയാന്ന് പറയും. ഞാനത് കുറെ കാലം ഇവിടൊക്കെ ഹൗലായിരുന്നു. അവളൊക്കെ പോയി ഇടക്കാതെ കൊറോണ വന്നപ്പോ അന്നൊക്കെ പൊളിച്ചൊക്കെ മാറ്റിയതാ. ഇവിടെ 3 ഹൗസ് ഉണ്ടായിരുന്നു. കമ്മിറ്റിയിൽ അങ്ങനെ ഞാൻ പെട്ടിരുന്നു. കടലിലിരുന്നതാ. കടലിൽ നിന്ന് പിന്നെ അവിടുന്ന് ആൾ പൊളിച്ചിട്ട് വന്നത്. കടലിലായിരുന്നു കുറെ മുമ്പ്. കുറെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഈ പള്ളിൻ്റെ ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ പൊടിഞ്ഞതിന് ശേഷമാണ് ഈ യൗക്കോയ മുസ്ലിം എന്ന് പറഞ്ഞ ആള് ഇടിപ്പിച്ച പള്ളിയാണിത്. യൗക്കോയ മുസ്ലിം ഇപ്പം അവിടെ മറോട്ട യൗക്കോയ മുസ്ലിം മറോട്ട പോയി പള്ളി ഇടിപ്പിച്ചത്. അന്ന് മൂപ്പരാണെങ്കിൽ ആ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് ഇടിപ്പിച്ചാണ്. അന്ന് മൂപ്പര് വലിയ നഹമാരും മരക്കന്മാരെ കൊടുത്തപ്പെട്ട അതുപോലെ കുടുംബം തന്നെ കുറെ പറഞ്ഞു വെക്കും, എന്തിനാ ഈ പൈസ അങ്ങനെ പിരിപ്പിക്കണം, ഇത് നമുക്ക് എടുത്തുകൂടെന്ന് ചോദിച്ചാലാ. അന്ന് മൂപ്പര് പറഞ്ഞാൽ എന്തിനാ, അപ്പോൾ നമുക്ക് മാത്രമേ കൂലിട്ടുള്ളൂ, എല്ലാവരും കൂലിട്ട് എല്ലാവരുടെ പൈസയും കൂടി ആണോ എന്ന് ഉദ്ദേശത്തോട് എടുത്താണിത്. അപ്പം മൂപ്പര് മരിച്ചിട്ട് 152 കൊല്ലായി. 82 ആണ്ട് കഴിഞ്ഞിപ്പോൾ അവിടെ കഴിഞ്ഞു. ഇപ്പോഴത്തെ വഴക്കുണ്ടാവും, 200ഓളം വഴക്കുണ്ടാവും. വെച്ചതിന് ശേഷം കഴിഞ്ഞു. അന്ന് വായിച്ച് ഇന്ന് വരെ ഇവിടെ മൂപ്പര് കാണിച്ചെന്ന് മാറി തന്നെ ഇവിടെ നടക്കുന്നത്. എല്ലാവരുടെ അടുത്തും വാങ്ങിച്ചിട്ട് നടക്കുന്നത്. എല്ലാവർക്കും പങ്ക് വേണമെന്നുള്ള ഇതിന് ഈ ഇതുവരെ പെട്ടത് എല്ലാവരും ഒരാൾ മാത്രം ചെയ്യാമെന്ന് വേണ്ട, എല്ലാവരും കൂടെ ചെയ്യുന്നത് നമ്മളെ മിച്ച പൈസ കൊണ്ട് കൂട്ടമായിട്ട് ഇതാണ് ഇവിടെ അതാണ്. ഒമ്പർത്തങ്ങളും മൂപ്പരൊക്കെ ഒപ്പമുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് അതെനിക്ക് അറിയില്ല. എനിക്ക് അതിനെ പറ്റി എനിക്കറിയില്ല. കൂടുതൽ പറഞ്ഞിട്ടില്ല. ഇത് കൊടക്കാടിനൊക്കെ കല്ല് കൊടുന്ന് കാണുന്ന ഉണ്ടാക്കി കേൾക്കുന്നുണ്ട്. ഇത് കൊടക്കാടിന് തലയിൽ കയറ്റി കല്ല് കയറ്റി കൊടുത്തിട്ട് ഉണ്ടാക്കി എന്നുള്ളതൊക്കെയാണ് നമ്മളെ കേട്ട്. പരമങ്ങാടി വലിയ ജുമായത്തിൽ ഇതാണ്. അതിന് ശേഷം ബാക്കി വന്ന പള്ളിയൊക്കെ ഇതാ പിന്നെ വന്നത് ഒക്കെ അതിന് ശേഷം വന്നാണ്. അതിനുണ്ടായത് പള്ളി ഇതാണല്ല, പരമങ്ങാടി വലിയ ജുമായത്തുള്ളി ഇതാണ്. അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ വന്നത്. ഞാനിരുന്ന ചെയ്തി എൻ്റെ വാപ്പായിരുന്നു ഇതിൻ്റെ ആള്. എൻ്റെ വാപ്പയായിരുന്നു ഇതിൻ്റെ ആള്. ഇതാണ് നോമ്പ് വറക്കാൻ അത്താഴത്തിനില്ല നോമ്പ് തുറക്കാനും വേണ്ടി കദീന അടിച്ചു വെക്കും. അത് വാങ്ങി കൊടുത്തത് അത് കേട്ട പല ഭാഗത്തും അന്ന് സ്പീക്കറും മറ്റും കാര്യങ്ങളൊന്നുമില്ല. പല ഭാഗത്തുനിന്നും അത് നോമ്പ് തുറക്കല് അത് കേട്ടാ. ഇല്ലില്ല, ബാങ്കിന്റെ മഹരിബ് അസ്തം ഞാൻ മറ്റേത് കടലേക്ക് സൂര്യാസ്തം വെക്കുമ്പോൾ കദീന അവിടെ കൊണ്ടുപോയി വെക്കും. തീ കൊടുത്തുകൊണ്ട് പോരും. തീ അസ്തമിച്ചതിന് ശേഷം അത് കേട്ടാണ് പല ഭാഗത്തും വന്ന് അത് ഇല്ലില്ല. അത് വേറെ വിഷയമാണ്. വേറെ അത് അന്ന് മറ്റേ വള്ളിക്കുന്നാണ് അത് കദീനെ കുറ്റി കൊണ്ടുള്ളത്. അന്ന് ഹിന്ദുക്കളുടെ അടുത്ത് കൊടുത്തിട്ട് വരുത്തും വാങ്ങല. എന്നിട്ട് അത് ഇവിടെ നിറച്ചിട്ട് 5-5:30 മണിക്ക് അത് കുറേ കുട്ടികൾ കൂടും. ഞങ്ങൾ അത് രസമാണ്. അന്നത്തെ കാലത്തൊക്കെ രസമാണ് ചെറുപ്പത്തിൽ. എൻ്റെ തലമുറ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ വാപ്പിൻ്റെ ജ്യേഷ്ഠനൊക്കെ ചെയ്തിരുന്നു. ഞാനും കുറേ കാലം ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ സ്പീക്കർ വന്നപ്പോൾ അതുകൊണ്ട് പിന്നെ ഒഴിവായി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞത് സംസ്ഥാനത്തെ ഭാഷയുള്ളൊരു ആദ്യമൊക്കെ അങ്ങനെയാണ് ഇവിടെ സ്പീക്കറിൽ കുത്തുപോകലില്ല. ഇപ്പോഴത്തെ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ മുദ്ദരിസ് തന്നെ 60 കൊല്ലത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് മുഹമ്മദ് എനിക്ക് ആ ചെക്ക് അതെ അതെ അതേ ഞാൻ കാണുമ്പോഴുള്ള ഒമ്പ്ര തന്നെ. പിന്നെ അത് പോളിഷ് ചെയ്യുമ്പോൾ നന്നാകുന്നില്ല. ഞാൻ കാണുമ്പോഴുള്ള ഒമ്പ്ര ഇതുപോലെ അന്ന് മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തൂങ്ങുന്നതൊക്കെ ഉണ്ടായില്ല, അതൊക്കെ പോയിരുന്നു. 100 പാക്ക് കൊടുത്ത് അന്നുണ്ടാക്കി വരുന്നുണ്ട്. ഉണ്ടാവും ഉണ്ടായിരുന്നു. ഉസ്താദിന്റെ ശിഷ്യന്മാർ വേറെ ഉണ്ടായിരുന്നു മുദ്രീസ്. അങ്ങനെ ഉസ്താദിന്റെ ചരിത്രത്തിന് പറയാൻ ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഉസ്താദ് വെറും 100 റുപ്യക്കാണ് ഇവിടെ ശമ്പളത്തിന് വരുന്നത്. ചെപ്പാലപ്പടം നമ്മുടെ കുട്ടികളായിട്ട് ഇവിടെ വരുന്നത്. അന്ന് ഉസ്താദ് ചെപ്പാലപ്പടം അവിടെ വരുന്നത് മൂപ്പര്. അന്നൊക്കെ ഞാൻ ട്രൗസർ ഇട്ടിറക്കണ പ്രായമാണ്. അന്നാണ് വരുന്നത്. അന്ന് ഇവിടെ വന്നിട്ട് അന്നിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കൊണ്ട് അന്നൊക്കെ വളരെ ദാരിദ്ര്യം പിടിച്ച കാലം കേട്ടെ. കാരണം നമ്മളെ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ 2 മൈനന്മാരുണ്ട്.
നമുക്ക് അമ്മ കഞ്ഞി തരും, വലിയമ്മക്ക് ചോറ് കൊടുക്കും. ആ കാലഘട്ടമാണ്. അന്നത്തെ കാലം അന്ന് അരി കിട്ടാൻ വരില്ല, കൂടുതലായിട്ട് ഗോതമ്പാണ് കിട്ടല്, രസം വീട് ഗോതമ്പ് കിട്ടല്. അപ്പോൾ നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. അങ്ങനെ ആയി ഉസ്താദ് അന്ന് നടന്ന് പറഞ്ഞ ഒരുപാട് ശിഷ്യന്മാരുടെ ഉസ്താദ് ഞങ്ങളോട് കാലം വരെ ശമ്പളം എന്ന് പറഞ്ഞ സാധനം ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കൂട്ടി കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ കുറെ കഴിഞ്ഞ ഉസ്താദ് ഒരു ആദരം വെച്ചിരുന്നു, ആദരിക്കല്. ആദരിക്കുന്നത് ഒരു 25 കൊല്ലം കഴിഞ്ഞ ദിവസം അന്ന് ഉസ്താദിൽ കഥയിലൊക്കെ പറഞ്ഞ്, കാരണം ഉസ്താദിന്റെ കഥ ഉസ്താദ് പറഞ്ഞു. അപ്പൊ ഉസ്താദിന് അന്ന് മറ്റേ എല്ലാത്തിനും വില കൂടി. അപ്പോൾ അന്ന് 150 ഉറുപ്പ്യറ്റാണ് ശമ്പളം 150 ഉറുപ്പ്യാണ്. അപ്പോൾ അന്ന് എല്ലാവരോടും പലരോടും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഉപ്പിനും വൈദ്യന്മാർക്കും അല്ലാത്ത സാധനത്തിനൊക്കെ വില കൂടി. ഉസ്താദ് ഇവിടെ ചരിത്രം പറഞ്ഞ ഉസ്താദിന്റെ സദാബിയിലാ വണ്ടൂര് മൂപ്പര് പോയി കൊണ്ട് ഉസ്താദിനോട് വിവരം പറഞ്ഞ് ഇങ്ങനെയൊക്കെ സ്ഥിതിയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടി, ഇങ്ങനെ ശമ്പളം ഇങ്ങനെ. ഉസ്താദ് തിരിച്ചു ചോദിച്ചത് എനിക്ക് പൊട്ടരെ കടണ്ടാന്ന് ചോദിച്ചതാ. എനിക്ക് കടമൊന്നുമില്ല, ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇതുണ്ട് എന്ന് പറഞ്ഞു. കടലില്ല എനിക്ക്, എന്നുവെച്ചാൽ അവിടെ തന്നെ എൻ്റെ കടക്ക് അവിടുന്ന് എൻ്റെ ഒക്കെ അവിടുന്ന് കഴിഞ്ഞ് പോയിക്കോളുന്നു. അതിന് ഇവിടെ നിന്നാണ് ഇതുപോലൊരു ശമ്പളം ചോദിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു പോകും. എൻ്റെ കാര്യം ഇതുവരെ നടന്നു പോയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്, അത് മൂപ്പര് വാങ്ങിച്ചു. ലാസ്റ്റ് മരിക്കുന്ന 6000 ഉറുപ്പ്യ നമുക്ക് ശമ്പളം. പിന്നെ മൂപ്പർക്ക് സുഖമില്ലാതായപ്പോൾ മൂപ്പര് ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതൽ മോഹനെ ചെറിയ രണ്ടാമത്തെ മോഹൻ ഇവിടെ കൂടുന്നു. മോനക്ക് 10,000 ശമ്പളം, പാപ്പാക്ക് 6000 ശമ്പളം. അങ്ങനെ ഇവിടെ നടന്നു പോയിരുന്നു. മരിക്കുമ്പോൾ 6000 ഉറുപ്പ്യ ശമ്പളം ഇവർക്ക്. ഒരു കമ്പനിയോട് ശമ്പളം കാലം ചോദിച്ചിട്ടില്ല. മൂപ്പര ആവശ്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞുകൊണ്ട് പള്ളിണ്ടാക്കി മൂപ്പർക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഹജ്ജിന് പോയിട്ടുണ്ട്, ഉംറയ്ക്ക് പോയിട്ടുണ്ട്, ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മൂപ്പരൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ചുമർ പങ്കനോട് മറ്റേ പൈസ ശമ്പളം ചോദിച്ചിട്ടില്ല. ഇല്ല. പഴയ കാലത്തെ നമ്മളെ ഈ ഭാഗത്തുള്ള എല്ലാവരും അതേ കൊടക്കാടുന്ന് വരെ ആൾക്കാർ ഇവിടെ വരുന്ന പറഞ്ഞത്. പിന്നെ ഉണ്ടായില്ലാലും പറഞ്ഞിട്ടില്ല. ഇതിലെ ഒരു ആന പോലൊക്കെ എൻ്റെ വാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ആന അങ്ങനെ ഇതിലെ പോലെ ചങ്ങനെ വലിച്ചും കൊണ്ട് ഈ തെരുവ് കിടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതൊന്നും ആവശ്യം സ്വീകരിക്കാൻ പറ്റാത്ത ഇവിടെ തന്നെ ഇവിടെ ശിഷ്യന്മാരെന്നെ പറഞ്ഞ പലപ്പോഴും പറഞ്ഞില്ല. മക്കബറിൽ പല ആൾക്കാരോട് വരലുണ്ട്. അവിടെ പാതിരായ്ക്ക് അവിടെ പല ആൾക്കാരോട് വരലുണ്ട്, പോലുണ്ട്. പുസ്തകനോട് പറഞ്ഞു നിങ്ങളെ ശ്രദ്ധിക്കണം, എല്ലാവരും വന്ന് പോയിക്കോട്ടെ, നിങ്ങളെ ശ്രദ്ധിക്കണ്ട, അത് പലരും വരാണ്ടും പോയിട്ടുണ്ടാവും അവിടെ, അത് നിങ്ങളെ നോക്കണ്ട എന്നുള്ളത് പറയുമല്ലോ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ വടക്ക് തെക്ക് ഭാഗത്ത് കൂട്ടി ആന അങ്ങനെ കേക്കോട്ട് പോകാറുണ്ട്. ഒരു ഇത് ചങ്ങല വലിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇതിൻ്റെ വാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാപ്പൊക്കെ പല പ്രാവശ്യം അനുഭവം ഉണ്ടായിരിക്കണം. നമ്മളെ ഈ ഭാഗത്ത് അങ്ങാടി എന്ന് പേര് വരാൻ കാരണം ഇവിടെ അങ്ങാടി പറഞ്ഞ നല്ലൊരു വില്ലേജ് ഓഫീസ് വരെ ഉണ്ടായിരുന്നല്ലോ അവിടെ പഴയ കാലത്ത്. ഇവിടെ വലിയൊരു മാർക്കറ്റ് ആയിരുന്നല്ലോ. പല ഭാഗത്തും കപ്പൽ സാധനമൊക്കെ ഇറങ്ങിയ കടൽ വഴിയൊക്കെ ഇവിടെ സാധനങ്ങൾ പലതും വന്നിരുന്നു. ഈ പള്ളിയുടെ കാര്യം പടിഞ്ഞാറ് ഭാഗത്തൊരു വില്ലേജ് ഓഫീസ്. അവിടെ എപ്പോഴും ഞാനിപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഇവിടെ ഒരു അംഗനവാടി ഉണ്ടായിരുന്നു. ഈ അംഗനവാടി ഇപ്പം ബല വീടിൻ്റെ അടുക്ക് പോയിട്ടുണ്ട്. അല്ല അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വില്ലേജ് ഓഫീസർ അവിടെ നിന്ന് ഇങ്ങനെ ചരിത്രം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഒരു വില്ലേജൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു കിണറുണ്ട് അവിടെ. കിണർ അവിടെ ഉണ്ട്. ആ വില്ലേജിൻ്റെ ചിലപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ വലിയ അങ്ങാടി ആയിരുന്നല്ലോ ഇവിടെ, കച്ചവടം സ്ഥലം ആയിരുന്നല്ലോ, വന്നിരുന്ന സ്ഥലം ഉണ്ടായിരുന്നു. പരപ്പങ്ങാടി അങ്ങാടി ഒരു വിമാനത്തിൽ നമുക്ക് പറഞ്ഞു കണ്ടതാ അങ്ങാടി തരുന്നത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാഞ്ഞു പല ഭാഗത്തേക്കും പോയതാണ് പറഞ്ഞത്. അതെ, പള്ളിക്ക് യാതൊരു മാറ്റമില്ല. പല ആൾക്കാർ ഇത് പൊളിച്ചും കൊണ്ട് വാർപ്പിട്ടാന്നൊക്കെ പറയണത്. ഞങ്ങളെ ഈ ഇത് തലമുറ ഇങ്ങനത്തെ, കാരണം ഒന്നും ഇവിടെ കുറെ പല ആൾക്കാർ വന്നാലും എല്ലായിടത്തും സന്ദർശിക്കും, മുകളിൽ കയറും, പോകും. കാരണം വലിയ കൊട്ടാരം എടുത്തിട്ട് അവിടെ കാണാൻ ആളില്ല. ശ്രദ്ധന് സന്ദർശിക്കാൻ കുറെ ആൾക്കാരുണ്ട്. പള്ളിക്ക് ഒന്ന് നിസ്കരിച്ച് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയില്ല ഞങ്ങളോട്. കാരണം എന്താണ് നിസ്കരിച്ച് പോകുമ്പോൾ. അപ്പൊ അത് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ തെക്ക് ഭാഗത്ത് തുറന്നു കൊടുത്താൽ ആ തെക്ക് ഭാഗത്ത് ഇപ്പോൾ മൊത്തം കൗക്കല് മാറ്റിയതാണ്. ഒക്കെ വലിയ അതേമാതിരി കൗക്കലായിരുന്നു അവിടെ. അത് ഞങ്ങൾ അതേമാതിരി ഇവിടെ ഏത് ഏരിയയാണോ ആ വലുപ്പത്തിലും വണ്ണത്തിലും ഉണ്ടാക്കിയിട്ട് അതേമാതിരി വെക്കലായമാതിരി. അതെ നിലനിർത്തും. പഴമ നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങളെ ലക്ഷ്യം. ഈ തലമുറക്ക് ബാക്കിൽ വരുന്ന തലമുറ എങ്ങനെ അല്ലാഹു പോലും നമുക്കറിയില്ല. ഈ തലമുറ അങ്ങനെയാണ്.